ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. സൺഡേ ഭൗതികിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര വനിതാ ദിന ആശംസകൾ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. ശ്രീമതി രൂപ ജോസ്, എറണാകുളം സ്വദേശിയാണ്. ഒരു പ്രൊഫഷണൽ ഡാൻസറാണ്, ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ കർഷക, നഗരകൃഷിയുടെ നായിക എന്ന് വേണമെങ്കിൽ പറയാം. സർവോപരി നല്ലൊരു കുടുംബിനിയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ശ്രീമതി രൂപ ജോസ് കൊൽക്കത്തയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അവർ ഇംഗ്ലീഷിൽ BA ഓണേഴ്സും MAയും പൂർത്തിയാക്കിയ ശേഷം MBA HR നേടി. ബാല്യകാലത്ത് മാതാപിതാക്കൾ പലപ്പോഴും പറഞ്ഞിരുന്ന പച്ചക്കറികളുടെയും പഴങ്ങളുടെയും സ്വാഭാവിക പുതുമ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതേ അനുഭവം വീണ്ടും കണ്ടെത്താമെന്ന പ്രതീക്ഷയോടെ അവർ സ്വന്തം നാടായ കേരളത്തിലേക്ക് മടങ്ങി. എന്നാൽ അവർ നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇവിടെ ലഭ്യമായ പച്ചക്കറികളുടെ അവസ്ഥ. കീടനാശിനികൾ നിറഞ്ഞതും സ്വാഭാവികതയും പുതുമയും നഷ്ടപ്പെട്ടതായിരുന്നു അവ. ഈ അനുഭവമാണ് അവരെ സ്വയം കൃഷിയിലേക്ക് തിരിച്ചു നയിച്ചത്. സ്വന്തം വീട്ടിൽ തന്നെ ഡ്രമ്മുകളിൽ പച്ചക്കറികളും പഴങ്ങളും വളർത്തിയാണ് അവർ തുടക്കം കുറിച്ചത്. പിന്നീട് ഇലക്കറികളും എക്സോട്ടിക് ഗ്രീൻസും വളർത്തുന്നതായി ഹൈഡ്രോപോണിക്സ് സ്വീകരിച്ചു. അതോടൊപ്പം മീനും പച്ചക്കറികളും ഒരുമിച്ച് വളർത്തുന്ന അക്വാപോണിക്സ് സംവിധാനവും ആരംഭിച്ചു. കാലക്രമേണ കോഴി വളർത്തലും തേനീച്ച വളർത്തലും ഈ സമഗ്രമായ കൃഷി സംവിധാനത്തിന്റെ ഭാഗമാക്കി. ഏറ്റവും പുതിയതായി കൂൺ കൃഷിയും അവർ ആരംഭിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തോടെ അവരുടെ പരിശ്രമങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹോപ്പ് അഗ്രികൾച്ചറൽ ട്രസ്റ്റ് അവാർഡ് തുടർച്ചയായി 5 തവണ അവർക്ക് ലഭിച്ചു. ഇൻഫോസിസിന്റെ അക്ഷയശ്രീ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ ഓർഗാനിക് ഫാമിംഗ് അവാർഡും അവർ നേടി. കൂടാതെ ഇടത്തല പഞ്ചായത്തിലെ മികച്ച ടെറസ് ഫാമിംഗ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. അവിടെ കൃഷിയാത്ര പ്രമുഖ പത്രങ്ങളായ മലയാള മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, സത്യദീപം, കൃഷി ജാഗരൺ എന്നിവയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള മനോരമ, കർഷകശ്രീ, കർഷകൻ എന്നീ മാസികകളിലും ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൃഷി ജാഗരൺ ഉൾപ്പെടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ നിരവധി അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട്. ആകാശവാണി റേഡിയോയിൽ പലതവണ അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട്. ദ ബെറ്റർ ഇന്ത്യ, അഗ്രി TV, ലൈഫ് സ്റ്റോറീസ് എന്നിവയും നിരവധി യൂട്യൂബ് ചാനലുകളും അവരുടെ കഥ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇവിടെ വിഷയം സ്വയം പര്യാപ്തത വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്, ഒരു നഗര കൃഷിയാത്ര. ഈ മേഡത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സരസ്വതി അക്കയാണ്. അക്കയുടെ മകന്റെ ക്ലാസ്മേറ്റ് ആണ് രൂപ മേഡം. അക്കയ്ക്ക് ഈ അവസരത്തിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. മേഡത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹരി ഓം. നമസ്കാരം എല്ലാവർക്കും, and happy Women's Day to all. I'll be talking in English. Will that be okay? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഹൗ ടു അച്ചീവ് ദാറ്റ്. ബിക്കോസ് ഐ ഫേംലി ബിലീവ് ദാറ്റ് നമ്മൾ ഓരോരുത്തരും നമുക്ക് എത്ര ചെറിയ സ്പേസ് ഉണ്ടെങ്കിലും നമ്മൾ സ്വയം പര്യാപ്തത നേടണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത്. അപ്പം so we will be starting how to achieve self-sufficiency in food that your family requires. So for that, I will be talking about, I don't know how much land you all have, but beginning from a very small, you can small area, you can take a small area and then start the whole space, filling with little plants, whatever your family needs. Both men and women, and especially this is Women's Day. That is why I'm concentrating more on women, because they are the backbone of Indian family. So why are we, what is the need to achieve self-sufficiency? That is the main question here.
Why can't we go and directly buy things from the market? Like many people ask me, even now they are asking, why go into so much difficulty when you can just go and buy food from the market? You can just pay some money and then you can pay with money and then buy some vegetables and fruits, whatever you need, and come back home. What is the need for you to go and to do all these things like, making the land and toiling the land? What is the need? Uh, so I say, it's not that it all depends on the mental and physical satisfaction that human beings have. And after a certain age, like around after 40s and 50s, around 40s and 50s, and even more than that, there is a responsibility in us to give back something to the society at large. So for that, my aim is to build up self-sufficiency in food in every home, because there is a large difference between the taste and the freshness of vegetables and fruits that we buy from market and those that are grown at home. People say that there are no space there, so we can't do. Others say that there is no time for me in at home. I have to go to office and I have to look after grandchildren. I can't do this and that and all. But take a small amount of time from your daily routine, and I am guaranteeing that this is worth it. So for that, we know that if you see any of the studies um, in the papers and all that are coming, you can see that there are so many this news of lifestyle diseases coming in. So they are on the rise, right? So before I go into the topic, I would like to know some of you who are listening. Please introduce yourself from your name and all. Are you comfortable with me speaking in English, or should I switch to Malayalam? English Yes? is okay, Akka, no problem. And Malayalam also is fine. Okay, fine. Thank you. You are all from Bangalore, or from which area? All over India, all They're over from the different world, parts and of the country. Okay, okay, fine. Okay, so now let's continue with my. Okay. Because of the rise of adulterated food all over India, it's all the more important to start organic farming, because otherwise, I hope the future. I think the future is very bleak. So, because of that, I will show you some photos. Noted. Yes, 1 minute, 1 minute, 1 minute. Okay. Now, I hope you all have terrace. Terrace farming is very important nowadays in urban areas. And for that, if you want to do terrace farming, you have to plan accordingly beforehand. You have to set this terrace accordingly.
So I will just tell you my story, how I started. In the introduction, you have heard that I was born and brought up in Kolkata, and then I switched on to now I'm settled in Kerala, and here I have been into farming for 14 to 15 years now almost. I started very small, like in the terrace with 20 to 25 grow bags. I hope you know what are grow bags. So nowadays, grow bags are not much in demand because of the plastic issue. So now I am using more of this recycling plastic. Those water cans are there of plastic like that. We are using for those containers are used for growing plants. And then I started, as I told you, very small with some chilies, tomatoes, and some very basic brinjal saplings and all. There were mistakes, of course, because I was starting, I was new. But then, even then, the produce was so, whatever produce we got was so fresh. And the taste was so good while cooking that it was like that made me quite a fan of organic farming. Then I decided, okay, we have to grow our own food. So for that we made stands. We made stands in terrace, and on top of that we put containers and all, and then we planted saplings. So I will just share the screen. ഇത് capsicum ആണ്, as you know. ഇതൊക്കെ ടെറസിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പൊ ഈ സ്റ്റാൻഡിന്റെ മുകളിൽ ഞാൻ ഈ ഗ്രോ ബാഗ്സ്, കണ്ടെയ്നേഴ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാവുന്നതാണ്. These are all got from terrace. This is lady's finger, brinjal. There are different types of brinjal. These are chilies, the violet chili. Again, brinjal. See, so many types of brinjal is there. White brinjal. ഇത് മാലാഖ വഴുതന എന്നാണ് കേട്ടോ പറയുന്നത്, ആ വൈറ്റ് ബ്രിഞ്ചലിന്. പിന്നെ പലതരത്തിലുള്ള ചീര, മയിൽപ്പീലി ചീര. അപ്പം ഇത് ആണ് നമ്മുടെ ഗ്രോ ബാഗ്. ഗ്രോ ബാഗ്സിലാണ് ഞാൻ ഇത് ഈ മൊത്തം ഈ ഇതൊക്കെ നിറച്ചേക്കണത്. You are seeing that with the manure and also a little bit of soil and dry leaves. I fill up these grow bags. Kando. Are you seeing those stands on top of which we have set the grow bags? Yes. Actually, our terrace, because of the colonial structure, it has been divided into 3 areas. That is why here this is the topmost area. The green containers, you are saying that is the topmost area of our terrace, where we have these vegetables and also the fruit plants. See the drums here. These are the fruit plants area. And these are the vegetables area that we have. This is all in stand. അപ്പൊ കുനിയാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല. നമുക്ക് ഒരു സ്റ്റാൻഡ്, പിന്നെ നമ്മൾ ഈ നിലത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ it may harm the entire terrace structure. That is why if you are planning on this terrace farming, it's important to first have waterproofing done and then to have these stands made. Because the contact with the bottom of the terrace will have adverse effects, may lead to leaks and all. So then you are seeing that the next one is the wick irrigation. Wick irrigation എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിനനയാണ്. തിരിനന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു you are seeing that wick here. There is the
ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപകാരമാണ്. എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ സം 3 to 4 days and there is no one to water at home, ഇത് സേഫ്ലി ഒരു 3 to 4 days നമുക്ക് ഇത് വാട്ടർ ഇല്ലാണ്ട് ഇത് ഇരുന്നോളും. അത് പ്ലാന്റ്സ് ദാറ്റ് ആർ planted here, because through the capillary action the plants will take on water. So അതാണ് നമ്മുടെ wick irrigation. That is a part of the terrace that we have set. പിന്നെ ഉള്ളത് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത്രയൊക്കെ ആയി, വെജിറ്റബിൾസ് ഒക്കെ ആയി, ഫൈൻ, ഇറ്റ്സ് ഗോയിങ് ഓൺ വെൽ ആൻഡ് ഗുഡ്. അപ്പൊ we are now quite addicted to the farming. So we thought, okay, why not go venture into something more? So we bought land in front, a small piece of land in front, and there we built rain shelter. സോ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പടർന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ. ഇപ്പൊ നമ്മൾ ടെറസിലൊക്കെ കൂടുതൽ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഈ ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, ചില്ലീസ്, പിന്നെ ബ്രിഞ്ചൽ, ചീര, ഇതൊക്കെ മുകളിൽ പടരാത്ത സംഭവങ്ങളാണ് ഞാൻ ടെറസിൽ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ബാക്കിയുള്ള സംഭവങ്ങളില്ലേ, ഇപ്പൊ പംകിൻ, പിന്നെ ഓൾ ടൈപ്സ് ഓഫ് ഗോർഡ് ആർ ദെയർ, സ്നേക്ക് ഗോർഡ്, പടവലം, പീച്ചില്, പാവല്, അങ്ങനത്തെ സംഭവങ്ങൾ, ദേ ആർ വി തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ഗ്രോ ബെറ്റർ ഓൺ ലാൻഡ്. സോ അങ്ങനത്തെ ഞാൻ നോക്കിയിട്ട് വി മെയ്ഡ് എ ഗ്രീൻ ഹൗസ്. വി മെയ്ഡ് ദിസ് വൺ. സി, ഇറ്റ് ഈസ് റെയിൻ ഷെൽട്ടർ. മഴമറ എന്നാണ് ഇതിന് പറയുന്നത്. ദർ ഈസ് ദ UV ഷീറ്റ് ഓൺ ടോപ്പ്, ആൻഡ് അത് ആണ് നമ്മുടെ ഹാംഫുൾ UV റേസ് പ്രിവെന്റ് ചെയ്തിട്ട് ബാക്കിയുള്ള നല്ല ഹീറ്റ് ആയിരിക്കും, പ്ലാന്റ്സിന് ആവശ്യമുള്ള ഹീറ്റ് ആയിരിക്കും ഇതിലേക്ക് വിടുന്നത്. സോ ഇറ്റ് ഈസ് 100 square meter റെയിൻ ഷെൽട്ടർ. അപ്പൊ അതിനുള്ളിൽ ഇതാ കണ്ടോ, ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കണത്. ഇപ്പൊ ഇത് ഇത്തിരി കുറച്ചാൾ മുമ്പത്തെയാണ്. ഇപ്പൊ ഞങ്ങൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ മാറ്റിയിട്ട് നമ്മൾ സ്പ്രിങ്ക്ലർ ആക്കിയിട്ടുണ്ട്, ടു ഹാവ് ടു ബി മോർ എഫക്റ്റീവ്. ബിക്കോസ് അതിന്റെ സോയിലൊക്കെ ഇത്തിരി ഹാർഡായി പോകുന്നുണ്ട്. ബിക്കോസ് ഡ്രിപ്പ് ഇറിഗേഷൻ ഓൺലി ഡ്രിപ്പായിട്ട് വന്നത് ഒരു സ്ഥലത്ത് മാത്രം ഡ്രിപ്പായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പൊ ആ സൈഡ് ഓൺലി വെറ്റ് ആവണുള്ളൂ. അപ്പൊ വിത്ത് ദ സ്പ്രിങ്ക്ലർ ഓൾ ഏരിയാസ് ആർ ഗെറ്റിംഗ് വെറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ദ സോയിൽ ഈസ് ഓൾവേസ് മോയിസ്റ്റ്. അപ്പൊ ഹാർഡ് ആവണ പ്രശ്നം കുറവാണ്. ഇവിടെയാണ് ഞങ്ങൾ ഈ പംകിൻ ഇങ്ങനെ പടർന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നത്. പിന്നെ there are season crops, സീസൺ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വിന്റർ ഒക്കെ ആവുമ്പോൾ, ഇവിടെ കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് വിന്റർ ഒന്നും ഇല്ല, എന്നാലും ലൈക്ക് അറൗണ്ട് ഫ്രം സെപ്റ്റംബർ ടു ഫെബ്രുവരി ടു ഏർലി മാർച്ച് ആൻഡ് ഓൾ, വി കൺസിഡർ ദിസ് ടൈം ആസ് ശീതകാലം, വിന്റർ ക്രോപ്സ്. സോ ഫോർ ദാറ്റ് അപ്പൊ അത് അനുസരിച്ചുള്ള നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനത്തെ പല ഐറ്റംസ് നമ്മൾ കൃഷി ചെയ്യും. ദിസ് ഈസ് മൈ ചൈൽഡ് റിയ. ഷീ ഓൾസോ ഹെൽപ്സ് മീ ഇൻ ഫാമിംഗ്, വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിംഗ്. ഷീ ഓൾസോ got that Edatthala Panchayat's Vidyarthi Karshaka Award. Now, say, talking of climbers and creepers, this is part of our home that ഈ ഒരു സൈഡ് നമ്മൾ പാഷൻ ഫ്രൂട്ട്സ് ആണ്. അത് ഈ പാഷൻ ഫ്രൂട്ട് വരുന്ന എവിടെ നിന്ന് പറഞ്ഞാൽ, വി ഹാവ് എ ലിറ്റിൽ ബിറ്റ്, ഒരു 1/2 സെന്റ് ഒരു ഏരിയയിലുണ്ട്. അപ്പൊ 1/2 സെന്റ് നമ്മൾ അതിൽ ഇത് നട്ടിക്കുക, പാഷൻ ഫ്രൂട്ട്, പിന്നെ കാച്ചില്, നമ്മുടെ കിഴങ്ങ് വർഗ കുറച്ച് വിളകൾ ഞാൻ അവിടെ നട്ടിട്ടുണ്ട്. ആൻഡ് പിന്നെ ഐവി ഗോർഡ്, കോവയ്ക്ക താഴെ നിന്നാണ് മുകളിലേക്ക് പടർത്തി വിട്ടേക്കുന്നത്. അപ്പൊ ഇത് പാഷൻ ഫ്രൂട്ട് നമ്മൾ താഴെ നിന്നാണ് മുകളിലേക്ക് പടർത്തി വിട്ടേക്കുന്നത്. അപ്പം ഈ
ഇത് കണ്ടോ, ഈ ഏരിയ കോവലിൻ്റെയാണ്. കോവയ്ക്ക് താഴെ ഞാൻ കമ്പ് കുത്തിയിട്ട് മുകളിലേക്ക് ഇവിടെ ഒരു പന്തലിട്ട് കൊടുത്തേക്കാണ്. അപ്പൊ ആ പന്തലില് ഇതിങ്ങനെ നല്ലോണം പടർന്നു വന്നേക്കാണ്. Okay, so this is how I am utilizing space to the maximum. അപ്പൊ എല്ലാവരും പറയും നമ്മള് ഈ ഇങ്ങനത്തെ സാധനങ്ങൾ പടരുന്ന ഇപ്പൊ പയറ്, ഈ പയറിന്റെ പേരെന്ന് പറഞ്ഞാൽ കാർക്കൂന്തൽ പയർ എന്നാണ്. ഇൻട്രസ്റ്റിംഗ് നെയിം, യുനോ. കാർക്കൂന്തൽ അത്ര നീളമുള്ള മുടി പോലെ വളരുന്ന ഒരു ഇതാണ് പയർ വർഗമാണ് കാർക്കൂന്തൽ പയർ. അപ്പം ലേറ്റർ ഓൺ വി ബിൽഡ് എ പന്തൽ ഇൻ അവർ ടെറസ് ഓൾസോ, ടോപ്പ് ഓഫ് ദ ടെറസ്. അവിടെ നെറ്റൊക്കെ ഇട്ട് അവിടേക്ക് നമ്മൾ ഈ ഇങ്ങനത്തെ പടരുന്ന ഐറ്റംസ് അവിടെയും നമ്മൾ കുറച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. പക്ഷെ കൂടുതലല്ല, ബിക്കോസ് ഐ ഫീൽ, പേഴ്സണലി ഐ ഫീൽ, ഈവൻ ദോ വി ക്യാൻ ഡു pumpkin and these different types of gourd and all on terrace in containers. പക്ഷെ കൂടുതൽ നമുക്ക് വിളവ് തരുന്നത് താഴെ നിലത്ത് വളർത്തുമ്പോഴാണ്. Because they have that space to go into and gather more nutrients. But it's okay that even if we can do all these on terrace also. അപ്പം പിന്നെ നമ്മൾക്ക് പോയപ്പോഴും നമ്മൾ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ, കുറച്ച് നാളും കൂടി ഇങ്ങനെ നടന്നപ്പോൾ നമുക്ക് മനസ്സിലായത്, ഇനി നമുക്ക് ഇപ്പോൾ വി ആർ ബീങ് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ബൈ വെജിറ്റബിൾസ് ആൻഡ് ഓൾസോ ത്രൂ ഫ്രൂട്ട്സ് ഓൾസോ. ബിക്കോസ് ആ മഴമറയുടെ കുറച്ച് സ്ഥലം ബാക്കിയുള്ളത് ഞാൻ ഈ ഫ്രൂട്ട് പ്ലാന്റ്സും വെച്ച്, ഇൻക്ലൂഡിങ് coconut, because South Indian cuisine, the coconut is very important in it. So because of that, അതുപോലും ഉണ്ട് with jackfruit trees, ചാമ്പ, പിന്നെ മാവ്, 2 വലിയ മാവ് ഉണ്ട്. നിറയെ മാങ്ങ, ഇപ്പൊ സീസൺ ആണ്, ഇപ്പൊ നിറയെ മാങ്ങയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാം നമ്മളിങ്ങനെ വരുമ്പോൾ then we thought that ഇത് മാത്രമല്ലല്ല, നമുക്ക് we have to earn self-sufficiency for the entire family. അപ്പൊ for the entire family എന്ന് പറഞ്ഞ കുട്ടികൾക്ക് മുട്ട ഇഷ്ടമാണ്, they like eggs. So how to do that? Because we have some little space. And initially there was some problems that were viewed by our neighbors, because we are in the heart of the city. So it's natural for them to have concerns that we are growing hens. But later on, they got to understand that how we are, putting the space clean, because hygiene is very important. These are the photos for the aquaponics system. This see, we are growing gift tilapia. That those are the special type of fish that we grow in a 1,000-liter tank. Almost 50 of them. See, this one is a tank. The below this thing, it's filled with water, and on top there is the grow bed that is filled with the clay balls. And on top we will plant some cucumber. I plant mostly cucumber and tomato, because tomato has a season of ipo ee sheethakalthanu koodale tomato kittunna season aanu. All the year round, if we want, I think aquaponics is a good choice, because nalla reethile adu undavum. Cucumber also, pinna pudina angade കാട് പോലെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ അക്വപോണിക്സിൽ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇൻ അക്വപോണിക്സ് ഈസ് ദാറ്റ് ഈ ഫിഷിന്റെ എക്സ്ക്രീറ്റ ഇസ് ബീങ് ദ അമോണിയ, ദ ഹാർംഫുൾ അമോണിയ ഇസ് ബീങ് കൺവേർട്ടഡ് ഇൻടു nitrates and nitrites, and then by the plants that is growing on the grow bed. അപ്പോൾ
Then the water is being circulated. Each is supporting, the fish is supporting the plants are supporting the fish. അപ്പം minimal usage of water is there. അപ്പം അതാണ് aquaponics system വരുന്നത്. So self-sufficiency in fish is also got. ഇതിലേലും ചെറിയ സിസ്റ്റംസ് ഒക്കെ അക്കോർഡിംഗ്ലി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അക്കോർഡിംഗ്ലി ഇപ്പൊ പലതരത്തിലുള്ള സിസ്റ്റം ഈസ് അവൈലബിൾ. നമ്മുടെ സ്പേസ് എങ്ങനെയാണ് അതുപോലെ വേണം നമ്മളത് ഡിസൈൻ ചെയ്യാനായിട്ട്. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഉള്ളതൊക്കെ ഉള്ളൂ. ഒരു ഇതിപ്പോ കണ്ടെയ്നേഴ്സ് ആൻഡ് ദെൻ വി ക്യാൻ പുട്ട് സം സബ്മേഴ്സിബിൾ പമ്പ്സ്, ദോസ് ആർ ഈസിലി അവൈലബിൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ these are our eggs from our hens. അപ്പൊ വേറൊരു പ്രശ്നം വന്നപ്പോഴും മുട്ട എവിടെ നിന്നാണ് നമ്മൾ കിട്ടുന്നത്? ഇപ്പൊ ഈ ചെറിയൊരു സ്ഥലത്ത് നമുക്ക് കോഴിനെ ഇങ്ങനെ അഴിച്ചുവിടാൻ പറ്റൂലല്ലോ. വി കാൻ ഡു ദാറ്റ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് വൈ നമ്മളിപ്പോ കോഴിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാല് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം അവർ കൊത്തി തിന്നും. അത് കൂടാതെ നെയ്ബേഴ്സിനും പ്രശ്നമാകും. അപ്പൊ എന്താ ചെയ്യാ? Then we researched about this, and then we got to know about the Gramasri കോഴികൾ. ഗ്രാമശ്രീ പറഞ്ഞാൽ ഈ കേരള സർക്കാർ വഴി ഡെവലപ്പ് ചെയ്ത സ്പെഷ്യൽ കോഴികളാണ്. അത് കൂട്ടിലിട്ട് നമുക്ക് വളർത്താം. മുട്ട കോഴികൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നാടൻ കോഴികളല്ല, പക്ഷെ നാടൻ കോഴി പോലെ തന്നെയാണ്. അപ്പൊ എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും ഓരോ മുട്ട വീതം കിട്ടും. എല്ലാവരും മുട്ടയിടും. അപ്പം പിന്നെ ഗ്രാമപ്രിയ ഉണ്ട്. ഗ്രാമപ്രിയ is developed from the center in the same way. That is the only difference between these hens. Both are the same type. രണ്ടുപേരും നമുക്ക് കൂട്ടിനുള്ളിൽ വളർത്തുകയും ചെയ്യാം. രണ്ടുപേരും മുട്ടക്കോഴികൾ തന്നെയാണ്. അപ്പോൾ for meat and eggs, that self-sufficiency is met. പിന്നെ ഇനി now we are going on to the hydroponics. Hydroponics is ഇതാണ് കണ്ടോ, ഇത് ചൈനീസ് ക്യാബേജ് ആണ്. These have been grown in hydroponics. Because I was born and brought up in Kolkata, I wanted special some things for herbs and all. I have exotic leafy vegetables for hydroponics. That is why I switched on to hydroponics, like bok choy, Chinese cabbage, salad items, celery, parsley and all. Because at that time I found that soil, മണ്ണില് ഇത് ചെയ്തിട്ട് ഇങ്ങനത്തെ വെരി സെൻസിറ്റീവ് പ്ലാന്റ്സ്, എക്സോട്ടിക് ലീഫി വെജിറ്റബിൾസ്, വിദേശ ഇനം പച്ചക്കറികൾ, അപ്പം അത് അങ്ങനെ ശരിയാവുന്നില്ല. ബിക്കോസ് അതിൻ്റെ സോയിലിൽ നിന്ന് കുറെ കീടങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി പെട്ടെന്ന് നശിച്ചു പോണ സംഭവമാണ് ഞാൻ കാണുന്നത്. So I switched on to hydroponics, and again space, we set a very small space on top of the terrace for hydroponics, and a DIY system ആണ് that we can also buy it from online or create ourselves also. അപ്പം ഇതാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, this is a very small system of hydroponics. ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെയാണ്. ഇറ്റ്സ് നമ്മുടെ ട്രയാങ്കിൾ, ഈ ഒരു കോണാകൃതിയിലാണ്. 24 ദിസ് സൈഡും 24 ദാറ്റ് സൈഡും. ഈ അങ്ങനത്തെ 24 പ്ലാന്റ്സ് ഓൺ ദിസ് സൈഡ്, 24 പ്ലാന്റ്സ് ഓൺ ദ അതർ സൈഡ്. അതാണ് 14 പ്ലാന്റ്സ് ക്യാൻ ബി ഡൺ ഹിയർ. ഇത് മോസ്റ്റ്ലി ലീഫി വെജിറ്റബിൾസ് ആണ്. നമുക്ക് ലീഫി വെജിറ്റബിൾസ് ക്യാൻ ബി ഗ്രോൺ ടു വെരി ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഹിയർ. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. കണ്ടോ, ഈ സൈഡിൽ താഴെ ഒരു ചെറിയ ഒരു ബക്കറ്റ് പോലത്തെ സംഭവം ഉണ്ട്. അതിലേക്കാണ് നമ്മൾ ന്യൂട്രിയൻ സൊല്യൂഷൻസ് ഒഴിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ബൈ ദറ്റ് സബ്മേഴ്സിബിൾ വാട്ടർ പമ്പ് ഈ എല്ലാ പ്ലാന്റ്സിന്റെയും ഉള്ളിലേക്ക് ഇതങ്ങാട് പോവും. സോ മിനിമൽ വേസ്റ്റേജ് ഓഫ് വാട്ടർ അഗെയിൻ. പിന്നെ മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങൾ ഒക്കെ കുറവാണ്. അപ്പം ഡെഫിനറ്റ്ലി മോർ ഫ്രഷ്
and healthier leafy vegetables. പിന്നെ ചിലർ ചോദിക്കും ഇപ്പം ലീഫി വെജിറ്റബിൾസ് മാത്രം പറ്റുള്ളൂ ഹൈഡ്രോപോണിക്സിൽ. അങ്ങനെയൊന്നുമല്ല, ബിക്കോസ് മാനുവൽ ലേബർ കുറവാണല്ലോ. നമുക്ക് ദിസ് സിസ്റ്റം ക്യാൻ ബി സേഫ്ലി യൂസ്ഡ് ഫോർ people above 60, 50, or even children also, because it's very easy to operate and maintain. അപ്പം ഇതാണ് സംഭവം. All types of herbs these are used. അത് ലെമൺ ഇതാണ് ലെമൺ തുളസി. ലെമൺ തുളസി എന്ന് പറയുന്നത് ലെമൺ ബേസിൽ, ഇറ്റാലിയൻ ബേസിൽ, ലെമൺ ബേസിലൊക്കെ നമുക്ക് all types of exotic leafy vegetables can be grown in such a system. വേറെ ടൈപ്പ് ഇപ്പൊ നമ്മള് okra, lady's finger, brinjal, tomatoes, those all can be also grown in hydroponics. പക്ഷെ അതിന്റെ സിസ്റ്റം വേറെയാണ്, ഇതല്ല. ഇത് ലീഫി വെജിറ്റബിൾസിന്റെ സിസ്റ്റമാണ്. പാലക് എന്ന് പറഞ്ഞാൽ എല്ലാ ലീഫി വെജിറ്റബിൾസ് നമുക്ക് ബോത്ത് ഇന്ത്യൻ ആൻഡ് എക്സോട്ടിക് എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം. ലീഫി വെജിറ്റബിൾസ് ആർ ബെസ്റ്റ് ഗ്രോൺ ഇൻ ഹൈഡ്രോപോണിക്സ്. പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻഡോർ ഫ്ലാറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് ചെയ്യാം വിത്ത് ആൻ ഇൻഡോർ ലൈറ്റ്. അതൊക്കെ നമുക്ക് ഇപ്പൊ ലോട്ട് ഓഫ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഓൺ ദ ഇന്റർനെറ്റ്, ആൻഡ് ഓൾസോ ഇഫ് യു സെർച്ച് യു ക്യാൻ ഗെറ്റ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് സൂട്ടഡ് ടു യുവർ നീഡ്സ്. അപ്പൊ എക്സോട്ടിക് ലീഫി വെജിറ്റബിൾസുമായി so one by one we are adding to our family's requirement and gaining self-sufficiency in food. So aquaponics that we have shared, then hydroponics. Okay, we even grow grapes in our rain shelter. That's there is a grapevine now almost over 7 years now. It's still giving fruits. We are trimming and then again it is bearing fruits. പിന്നെ പലതരത്തിലുള്ള വാഴകളുണ്ട്. ആൻഡ് മാവ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇഷ്ടംപോലെ മാങ്ങ തരുന്നതാണ്. 2 big മാവുകളുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ഓൾസോ വി ആർ ഗ്രോയിങ്. സോ ഫ്രൂട്ട്സ് ആർ ഓൾസോ an essential part of our diet. അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ റെഡ് ലേഡി പപ്പായയാണ്. the best variety I feel that I have eaten so far in papaya. അപ്പൊ ഭയങ്കര സ്വാദാണ്, നല്ല രസവുമാണ് കളറ് കാണാനായിട്ട്. ആൻഡ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ഷെൽഫ് ലൈഫ്. നമ്മുടെ നാടൻ പപ്പായ പോലെ പെട്ടെന്ന് വളവളപ്പ് ഇങ്ങനെ ഇതായി പഴുത്തങ്ങനെ പോവില്ല. ഇറ്റ് സ്റ്റേസ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ട് ഐറ്റംസ്. ആൻഡ് ദീസ് ആർ ഓൾ ക്യാൻ ഗ്രോ ഇൻ ടെറസ്. ഇത് മൾബറിയാണ്, നാടൻ മൾബറി ഉണ്ട്, പിന്നെ നമ്മുടെ വലിയ മൾബറി ഒക്കെ ഉണ്ട്, നമ്മുടെ ബ്രസീലിയൻ മൾബറി, ലോങ് മൾബറി ഒക്കെ ഉണ്ട്. ഇത് ഫ്രൂട്ട് പ്ലാന്റ്സ് കണ്ടോ? ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മളൊരു ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ഡ്രംസ്, ഫ്രൂട്ട് പ്ലാന്റ്സ് തീർക്കാൻ മോർ ഏരിയ, അപ്പൊ അത് കാരണം ഡ്രംസിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഗ്രാഫ്റ്റഡ് ആൻഡ് ബഡഡ് വെറൈറ്റീസ് ആർ ബെസ്റ്റ് സൂട്ടഡ് ഫോർ ടെറസ് ഫാം. പിന്നെ the passion fruits, different types of passion fruits are there. അപ്പം അതുമുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം മിറക്കിൾ ഫ്രൂട്ട്, ഇസ്രയേൽ ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച്, മൾബറി, വിയറ്റ്നാം മെർലിയുടെ ജാക്ക് ഫ്രൂട്ട്, നമ്മൾ ചെറിയ വെറൈറ്റി, സ്റ്റാർ ഫ്രൂട്ട്, സീഡ്ലെസ് ലെമൺ, ഡ്രാഗൺ ഫ്രൂട്ട് ഓൾസോ ഇസ് ഗ്രോൺ, സപ്പോട്ട, എല്ലാം നമുക്ക് ടെറസിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികളാണ്. പിന്നെ നമുക്ക് താഴെ വേണമെങ്കിൽ ഇത് റംബുട്ടാൻ ഒക്കെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ നല്ലോണം ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ലിച്ചി തിങ് ദാറ്റ് ഐ വാസ് വെരി ഫോണ്ട് ഓഫ് ഇൻ കൊൽക്കത്ത. ലിച്ചി ഹിയർ ഡസ് നോട്ട് ഗ്രോ ദാറ്റ് മച്ച്. ഐ തിങ്ക് ഇൻ വെരി കോൾഡ് ഏരിയാസ് ലൈക്ക് വയനാട് ആൻഡ് ഓൾ ഒക്കെ പറ്റാറുള്ളൂ. പിന്നെ മുരിങ്ങ, ദിസ് ഇസ് മുരിങ്ങ. Moringa, you can have whatever, you can put them in drums also, and also താഴെ എന്നിട്ട് ഒരു ചെറിയ ഒരു കമ്പ് അല്ലെ, അധികം വണ്ണൊന്നും ഇല്ലാത്ത
കമ്പുകളാണ് അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ചെടി മുരിങ്ങയൊക്കെ കിട്ടും, കമ്പ് വെച്ചിട്ട് നമുക്ക് വളർത്താം. ഇറ്റ് റിക്വയർസ് വെരി ലിറ്റിൽ സ്പേസ് ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടെന്ന്. ബിക്കോസ് ദ വേൾഡ് ഓവർ ആർ നൗ ക്രേസി അബൌട്ട് മുരിങ്ങ. അപ്പം അതാണ് നമ്മുടെ മുരിങ്ങയുടെ സംഭവം. സോ ഇനിയുള്ളത് വേറൊരു സ്പേസ് സേവിങ് സംഭവമാണ് ഇത്. ഇതാണ് ടവർ ഫാമിംഗ്. ടവർ ഫാമിംഗ് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ കമ്പിക്കൂട് കൃഷി എന്ന് മലയാളത്തിൽ പറയും. കമ്പിക്കൂട് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പി വെച്ച് നെറ്റ് വെച്ച് നമുക്ക് കമ്പി നെറ്റ് വെച്ച് ഇതിന് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രീൻ നെറ്റാണ് വെക്കുന്നത്. ഗ്രീൻ നെറ്റ് വെച്ചിട്ട് അതിൽ ഉള്ളിൽ നമ്മൾ സോയിൽ നിറക്കും. സോയിൽ നിറച്ചിട്ട് ആണ് സോയിലും വളവും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഇടയിൽ അറ്റ് പ്രോപ്പർ ഇന്റർവെൽസ് യു പുട്ട് ഓൺ സം ഹോൾസ് ആൻഡ് ദെൻ അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. ദിസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് റാഡിഷ്, മുള്ളങ്കിയാണ് ഇത്. ഇത് റാഡിഷ് ഓൾസോ, ക്യാരറ്റ്, പിന്നെ നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്, പിന്നെ ക്യാബേജ്, ഇതൊക്കെ നമുക്ക് ഇതിലോട്ട് കൃഷി ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് ക്യാബേജ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ വെരി സ്പേസ് സേവിങ് സെറ്റപ്സ് ആണ് സംഭവങ്ങൾ. Then what happened that നമ്മൾ കുറച്ചാള് കഴിഞ്ഞപ്പോഴേക്കും all around our area lot of homes came up. അപ്പം അങ്ങനെ എന്ത് പറ്റി, നമ്മുടെ പോളിനേഷൻ കുറഞ്ഞു പോയി. പോളിനേഷൻ കുറഞ്ഞു പോയപ്പോൾ നമുക്ക് ഹണി ബീസിന്റെ ആവശ്യം വന്നു. അപ്പൊ അത് കാരണം ഒരു തേനീച്ചക്കൂട് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നൗ ഇറ്റ് ഈസ് ഹാസ് ഗ്രോൺ അപ്പ് ടു മോർ ആൻഡ് വി ആർ ഗെറ്റിംഗ് ഹണി ആൻഡ് വാക്സ് ബോത്ത് ഫ്രം ദെയർ. അപ്പം ഹണി ബീ ഫാമിങ്ങും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പിന്നെയുള്ള കമ്പോസ്റ്റിന്റെ കാര്യമാണ്. ദാറ്റ് ഓൾസോ വി ക്യാൻ യൂസ്. ഇപ്പൊ ബയോബിൻ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി വെച്ച് കിട്ടാറുണ്ട്. ഓർ യു ക്യാൻ ബൈ ദം ഫ്രം ഓൺലൈൻ ഓർ ഫ്രം ഏജൻസ്. അപ്പൊ നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ കൺവേർട്ട് ആവും ഈ കമ്പോസ്റ്റിൽ, ആൻഡ് ദെൻ വി ക്യാൻ യൂസ് ഇറ്റ് ഇൻ അവർ പ്ലാന്റ്സ് ആൻഡ് ഓൾ. അപ്പൊ അതും ഒരു സെൽഫ് സഫിഷ്യൻസി ആണ്. വളത്തിന്റെ കാര്യത്തിൽ വി ഡോണ്ട് ഹാവ് ടു ബൈ മച്ച് ഫ്രം ഔട്ട്സൈഡ്. അപ്പം ഇത് ഹെൻസ് ഉണ്ടെങ്കിൽ ഹെൻസിന്റെ നമ്മുടെ ഈ കോഴിക്കാഷ്ടമൊക്കെ ഇറ്റ്സ് സൂപ്പർ വളം, അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഡ്രൈ ലീവ്സ് ഒക്കെ താഴെ വീഴുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് എപ്പോഴും കൃഷിക്ക് ആവശ്യം. ഇറ്റ്സ് എ ബെസ്റ്റ് സോഴ്സ് ഓഫ് കാർബൺ എവർ. Whatever is available, you have to reuse it and reuse it, and whatever you get from the soil, you give back to the soil. But it's a continuous cycle, helping nature and helping ourselves. അതാണ് നമ്മുടെ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഫാമിംഗ്. ഇപ്പൊ ഈ സെൽഫ് സഫിഷ്യൻസി വലുതായി ഐ ആം ഓൾസോ സെല്ലിംഗ് വെജിറ്റബിൾസ് ഓൾസോ. പീപ്പിൾ ആർ കമ്മിങ്, they don't ask the money cost and all. Whatever they are getting, they are taking. Whatever money, I am no haggling, nothing is there. They just say we need this food because they know that the difference in taste and health. പിന്നെ ഇപ്പൊ 5-6 വർഷമായിട്ട് I have turned into mushroom farming. Mushroom, as you all know, it's very good prevention for prevention against cancer and many lifestyle diseases. അതാണ് മഷ്റൂംസ് ഉള്ളത്. അപ്പൊ I have put a room for this mushroom cultivation only. Because actually started from my elder one. She likes mushrooms very much, but now it has grown. More and more more and more bags are being taken, and I am cultivating mushrooms, and these are also given. അപ്പം അതും ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് നമുക്ക് സെൽഫ് സഫിഷ്യൻസി ഇൻ അവർ ഏർണിങ്സ് ഓൾസോ. നമുക്ക് എന്തെങ്കിലും ചെറിയ വരുമാനവും നമുക്ക് ഇതിൽ നിന്ന്
ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കണതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മള് it's very okay, to get overexcited when we are planning on this. But നമ്മളെപ്പോഴും ഏതൊരു കാര്യത്തിൽ നമ്മൾ റിസർച്ച് ചെയ്യണം. We have to read and learn a lot of things, and then also talk with experienced people who are doing the same type of gardening or farming that you are visualizing. അപ്പോൾ പിന്നെ നമ്മുടെ ക്ലൈമറ്റ്, വാട്ട് ആർ അവർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇൻ ദ ഏരിയാസ് ദാറ്റ് വി ലീവ്, ആൻഡ് വാട്ട് ഈസ് ദ സോയിൽ ലൈക്ക്, വാട്ട് ഈസ് ദ pH level of the soil, and if it is not correct for planting, how much is required in. ഇപ്പൊ കുമ്മായമൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഇവിടെ കുമ്മായം ചേർത്ത് കൊടുത്തിട്ടാണ് എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ചില ഏരിയാസിൽ അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ്. അപ്പൊ സോയിൽ എങ്ങനെയാണ് അതറിയണം. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിട്ട് വേണം ഇതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. സോ ദിസ് ഈസ് മൈ സ്റ്റോറി ഇൻ എ നട്ട്ഷെൽ. അപ്പൊ ഇത് എല്ലാ ദിവസവും മിക്കവാറും ഇങ്ങനത്തെയൊക്കെ പ്രൊഡ്യൂസ് കിട്ടും. മെയിൻ ഹോബി മുകളിൽ ചെന്ന് ഇങ്ങനെ ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ കടിച്ചൊക്കെ തിന്നുക. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഹോബി. എൻ്റെ തന്നെയല്ല, എൻ്റെ കുട്ടികളുടെ അതെ, ഹസ്ബൻഡിന്റെ അതെ. പിന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഈ വെജിറ്റബിൾസ്, ഇപ്പൊ ഇത് കിഴങ്ങാണ്. ദിസ് ഇസ് മൈ ഹസ്ബൻഡ്. ഹീസ് ദ ഡയറക്ടർ ഇൻ ഏൺസ്റ്റ് ആൻഡ് യങ്. അപ്പം പക്ഷേ ബിക്കോസ് ഓഫ് മീ ഹി ഡിവോട്ട്സ് സം ടൈം ടു ഹാർവെസ്റ്റ് ആസ് വെൽ. ഇപ്പൊ ഈ കട്ടിയുള്ള പണിയൊക്കെ പുള്ളിയുടെ ഇതിലാണ് ഞാൻ വെക്കുന്നത്. അപ്പൊ ഹീസ് എ ബിഗ് ഹെൽപ്പ് ഇൻ ഓൾ റെസ്പെക്ട്സ്. നമ്മുടെ കപ്പയാണ്. ഇത് ചാക്കിലും ഒക്കെ വളർത്താം കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറെ ടൈപ്പ് കൃഷികളാണ് എൻ്റെ പരിപാടി. അപ്പം നൗ ഇത് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഇഫ് യു ഹാവ് സം ഒന്ന് ചോദിക്കാം. ഐ വുഡ് ബി ഹാപ്പി ടു ആൻസർ ഇഫ് ഐ നോ. ഗുഡ് മോർണിംഗ് മാ. യെസ്. എനിക്കൊരു ഡൗട്ട് നമ്മുടെ ആ തിരിനന എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞുതരാം. തിരിനന നമുക്ക് where do you live? ഞാനിപ്പോ ബാംഗ്ലൂരിലാണ്. There is a Krishi Bhavan near you? Krishi Bhavan, that I have to search out. ആണല്ലേ? Okay. I think there should be or any such agricultural government agricultural facilities ഉണ്ടോ എന്നൊന്ന് നമുക്ക് അന്വേഷിക്കണം. നല്ലതായിരിക്കും. സോ എൻ്റെ തിരിധന കിട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്ക് സബ്സിഡി ആയിട്ട് ഐ മെയിൻറ്റെയിൻ റെഗുലർ കോണ്ടാക്ട് വിത്ത് അവർ കൃഷി ഭവൻ ഹിയർ അടുത്തല്ല. അപ്പം അവര് ഇങ്ങനത്തെ ഒരു സ്കീം എല്ലാ വർഷവും ഇങ്ങനെ പല സ്കീമുകൾ ഉണ്ടാവും. അപ്പം അവര് ആ ഒരു സ്കീം വരുമ്പോ ഇഫ് വി ഗോ ആൻഡ് സേ ദാറ്റ് ഇപ്പൊ ഞങ്ങൾക്ക് ഇനി തിരുനനയുടെ വല്ല സ്കീം വരികയാണെങ്കിൽ ഞങ്ങളോട് പറയണേ എന്ന് പറയുമ്പോൾ ദേ ഇൻഫോം യു at that time. അപ്പം then we pay whatever amount, and സബ്സിഡി ഉണ്ട് കേട്ടോ അതിനൊക്കെ. ഗവൺമെന്റ് ഓഫേഴ്സ് എ ലോട്ട് ഓഫ് സബ്സിഡി. അത് നമ്മൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. മോസ്റ്റ് ഓഫ് us aren't aware of that. അപ്പം പിന്നെ കൃഷിഭവന്റെ ആൾക്കാരും they don't reach out much to people. അവർക്ക് കുറെ ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട്. they go on with that. But it's our duty, I think, to maintain that contact and see whatever things are available from the government, and അത് നമുക്ക് കൈപ്പറ്റാം. അപ്പം ഇത് വിക്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞാല് തിരുനന എന്ന് പറഞ്ഞ വിക്ക് ഇറിഗേഷൻ ആണ്. അത് പണ്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കാപ്പിലറി ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം സാധാരണ ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ബാഷ്പീകരണം, ഇവാപ്പറേഷൻ കാരണം അത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് ഇവാപ്പറേറ്റ് ആയി പോകും. പക്ഷെ ഇത് തിരിനന സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ ആ ബക്കറ്റ് പോലത്തെ ഒരു കണ്ടെയ്നർ പോലെ കണ്ടില്ലേ, ഒരു ഗ്രീൻ ടൈപ്പ്, അതിൽ വെള്ളമാണ് ഇരിക്കുന്നത്. വെള്ളത്തിന്റെ പകുതി തിരി പകുതി വെള്ളത്തിലും പകുതി മണ്ണിലും ആയിരിക്കും. അപ്പം ഈ പ്ലാന്റ്സിന് ആവശ്യം പോലെ അത് വലിച്ചെടുക്കും ത്രൂ ഔട്ട് ഫുൾ ഡേ അത് വലിച്ചുകൊണ്ടിരിക്കണേ.
അപ്പൊ പിന്നെ അതിന് വേറെ കുഴപ്പമുണ്ടാവില്ല. ഈവൻ വിത്ത് 4 to 5 days ഞങ്ങളൊക്കെ ചില സമയത്ത് ടൂറൊക്കെ പോകുമ്പോഴൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവാറുണ്ടായില്ല. വരുമ്പോഴും വിത്തിൻ 4 to 5 days ഇറ്റ്സ് ഓക്കെ, അങ്ങനെ ഇരിക്കും. പക്ഷെ ബാക്കി നമ്മൾ ഇത് ഇല്ലാത്തതൊക്കെ വാടി ആവശ്യമായിട്ട് ഇരിക്കാറുണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ബിക്കോസ് വെള്ളം നമ്മൾ അത് കണ്ടിന്യൂസ്ലി അത് എടുത്തോണ്ടിരിക്കുക. പിന്നെ ദർ ഇസ് ഡെവലപ്മെന്റ് ഓഫ് റൂട്ട്സ്, നല്ലോണം റൂട്ട്സ് ഡെവലപ്പ് ചെയ്യും. അതിന്റെ ആവശ്യത്തിനാണല്ലോ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നത്. സോ ഇറ്റ്സ് വെരി സ്ട്രോങ് ആൻഡ് ഹെൽത്തി ഓൾസോ. വെണ്ടയൊക്കെ ഭയങ്കര ഹൈറ്റിൽ 7 feet ഒക്കെ പോവാറുണ്ട് ഇൻ ദിസ് തിരുനന. മറ്റേതിൽ അത്രയും പോവാറില്ല, ഇതിലങ്ങനെ പോവാറുണ്ട്. ആൻഡ് 2 ഇത് സാപ്ലിങ്സ് ക്യാൻ ബി പുട്ട് ഇൻ ദ തിരുനന സിസ്റ്റം. മറ്റേതിലൊക്കെ ഒരു കണ്ടെയ്നറിൽ ഒരെണ്ണമാണ് നമ്മൾ സാധാരണ വെക്കുന്നത്. ഇതിലങ്ങനെ കൂടുതലും വെക്കാം. പിന്നെ ഇതാണ് ഇതിന്റെ തിരുനന്നയുടെ ഒരു സമ്പ്രദായം. പിന്നെ നമുക്ക് ഇത് വേറെ പ്രൈവറ്റ് ഏജൻസീസ് ആർ ഓൾസോ ചെയ്യണുണ്ട് കേട്ടോ. അവര് ഇപ്പൊ ബാംഗ്ലൂരിൽ നമ്മളൊന്ന് നെറ്റിലൊന്ന് എൻക്വയറി ചെയ്താൽ നമുക്ക് കിട്ടും. ഇവിടെ കേരളത്തിൽ വേറെ പ്രൈവറ്റ് ഏജൻസിയുടെ കാര്യം ഫോൺ നമ്പർ ഉണ്ട്, വേണമെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ ഞാൻ തരാം. അവർ ഐ ഡോണ്ട് നോ വെദർ they are doing it in Bangalore or not. Evergreen Agro എന്നാണ് അതിന്റെ പേര്. അവരിങ്ങനെ സെറ്റപ്പ് ചെയ്ത് തരാറുണ്ട്. അങ്ങനെയും ഉണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ഓൾസോ മേ ബി ദർ ആർ ഏജൻസീസ് ഹു ഡു ബിഗ് ഇറിഗേഷൻ, അങ്ങനെ സപ്പോർട്ട് ചെയ്യാവുന്ന. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. Yeah, good. Thank you very much. Any other questions? ഹണിയമുഖ, ആദ്യം പറയാം, ഇറ്റ്സ് അമേസിങ്. ഇത്ര വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഈ സ്പേസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ലാറ്റ്സ് ഓഫ് ക്ലാപ്സ് ടു യു ഒക്കെ. നന്നായിരിക്കുന്നു. ഇവിടെ ഞാൻ ചെറിയ തോതിൽ എനിക്ക് പറ്റിയ മാതിരി, ഞാൻ സ്റ്റേറ്റ്സിലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ ഞാൻ നാട്ടിലെ ഇതൊക്കെ കണ്ടിട്ട് അമ്മൂമ്മയൊക്കെ ഗ്രൗണ്ടിൽ ഒക്കെ നിറയെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. വടക്കംപറൂറായിരുന്നു. അപ്പോൾ അവിടെ ഭൂമി ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ വന്നിട്ട് വീട്ടിലെ അപ്പാർട്ട്മെന്റിലൊക്കെ അധികം സ്ഥലം കിട്ടില്ല. അപ്പോൾ ഇരിക്കുന്ന ബാൽക്കണിയിൽ ഇങ്ങനെ ചട്ടിയിൽ വെച്ചാണ് തുടങ്ങിയത് കൃഷിയൊക്കെ ആദ്യം. പക്ഷെ പൂച്ചെടിയാണ് ആദ്യം തുടങ്ങിയത്. വെച്ചാൽ മുല്ല വലിയ ഇഷ്ടമാണ്. അപ്പം മുല്ല കിട്ടില്ല ഇവിടെ, വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ മുല്ലച്ചെടി വെച്ചാണ്, അങ്ങനെയാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഓരോ വെജിറ്റബിൾസ് ഒക്കെ വന്ന് ഇപ്പോൾ ഓരോ വെജിറ്റബിൾസ് കുറച്ച് ചെറിയ തോതിൽ കുറേയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒക്കെ പറഞ്ഞതുമാതിരി ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ഇതിൽ തുടങ്ങിയാൽ ഇറ്റ്സ് ലേണിംഗ് പ്രോസസ്. എവിടെ പോയാലും സ്ഥലം മാറിയാലും അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ ഗ്രൗണ്ട് എങ്ങനെയുണ്ട്, ഗ്രൗണ്ടിലാണോ വെക്കുന്നത്, അതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. പഠിക്കാൻ നിറയെ ഇഷ്ടം പോലെയുണ്ട്, നിറയെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വാസ്തവമാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഈ ഡ്രം വെച്ചിട്ട് അതിൽ ഫ്രൂട്ട് ട്രീസ് വെച്ചിട്ടില്ലേക്ക, അതിൽ എല്ലാം ഉണ്ടാകുന്നുണ്ടോ? എല്ലാ പഴച്ചെടികളും എല്ലാം ഉണ്ടാകുന്നുണ്ടോ? നല്ലപോലെ. എക്സ്ക്യൂസ് മീ, ബട്ട് പേര് ആരാണെന്ന് എനിക്ക് കാണാൻ പറ്റും. എന്റെ പേര് പത്മ കൃഷ്ണൻ. ഓക്കെ ഓക്കെ, ഹായ്. പത്മയാണ്. അത് ഇവിടെ വീഡിയോ ഓൺ ആണോ? ആണല്ലോ, ഞാനുണ്ടല്ലോ. അതാ പത്മാന്ന് കണ്ടില്ലേ? അത് തന്നെ, അത് തന്നെ. ഫ്രൂട്ട് പ്ലാന്റ്സ് അല്ലേ? ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചാൽ ഇവിടെ എനിക്ക് അതിനാണ് സ്പേസ് ഇല്ല. ഈ കിട്ടിയ സ്പേസിൽ ഒക്കെ വാഴ, പിന്നെ കുറച്ച് ഫ്രൂട്ട് ട്രീസ് ഒക്കെ വെച്ചു, പേരയ്ക്ക, അതൊക്കെ വെച്ചു. പക്ഷെ വലിയ ഒക്കെ വയ്ക്കാൻ സ്ഥലമില്ല. എല്ലാം സിമെന്റഡ് ആണ് എല്ലാം. അപ്പോ അത് കുത്തിയൊക്കെ പൊളിച്ച് അതൊക്കെ ചെയ്യാൻ വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ എനിക്ക് ഈ പഴങ്ങളൊക്കെ, മുരിങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും നഴ്സറിക്കൊക്കെ പോകുമ്പോൾ അവർ പറയുന്നത്, ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു പ്ലാന്റ് ഇറ്റ് ഇൻ ദ ഗ്രൗണ്ട്, ദെൻ ഓൺലി ഇറ്റ് വിൽ ഗ്രോ ബിഗ് എന്ന് പറയുകയാണ്. പക്ഷെ ഗ്രൗണ്ട് ഇല്ലാണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ മാതിരി വലിയ ചട്ടി, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അക്കയുടെ ഈ ഡ്രം ഐഡിയ എനിക്ക് വളരെ ഇഷ്ടമായി. ഇങ്ങനെ വലിയ ഈ നല്ല ട്യൂബായിട്ടുള്ള കണ്ടെയ്നേഴ്സ്. ബാംഗ്ലൂർ ആണോ? ഏതാ സ്ഥലം എവിടെയാ? ഇവിടെ ഞാനിപ്പോ താമസിക്കുന്ന അമേരിക്കയിലാണക്ക. ഓ, അമേരിക്കയിലാണോ? നാട്ടില് തിരുവനന്തപുരം, പിന്നെ വടക്കംപറവൂരായിരുന്നു, പിന്നെ തിരുവനന്തപുരം. അവിടുത്തെ ആളാണ് ഞാൻ. ചേന്നമംഗലമായിരുന്നു. ചേന്നമംഗലം, അത് ശരി.
അപ്പൊ അവിടെ എന്താ കണ്ടെയ്നേഴ്സ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല. അമേരിക്കയിൽ there are big containers അവിടെ ഇങ്ങനെ ഡ്രംസ് കിട്ടും. ഉണ്ടാവും. കിട്ടുമോ? ബിഗ് കണ്ടെയ്നേഴ്സ്, വുഡൻ കണ്ടെയ്നേഴ്സ്, അതൊക്കെ ആ. ബാരൽ മാതിരിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. Then it's fine. You can start in there. അപ്പൊ താഴെ ഹോൾസ് ഇടണം so that ആ. water drainage is possible. അപ്പൊ ഒരു സറൗണ്ടിങ് ഒരു 3-4 ഹോൾസ്, ചെറിയ ചെറിയ ഹോൾസ് യു ക്യാൻ ഡ്രിൽ, അങ്ങനെ ഇട്ട് വെക്കണം. പിന്നെ നമുക്ക് ഈ ടെറസ് ഉണ്ടാവോ അവിടെ? ടെറസ് ഇല്ല. വെളിയില് സ്ഥലമുണ്ടല്ലോ വീട്ടിന്റെ പുറത്ത്. ഓക്കെ. ആ ആ സ്ഥലത്താണ് ഇത് ചെയ്യാൻ പരിപാടി. എനിക്ക് ഇപ്പൊ ഒരു പീച്ച് ട്രീ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാം ഈ ഡോർഫ് സൈസ് ആണ് വാങ്ങിക്കുന്നത്. ചില വലിയ സൈസ് ആകുമ്പോൾ അതിനൊക്കെ ഗ്രൗണ്ടിൽ വെച്ചാലേ അതൊക്കെ ശരിയായിട്ട് വരൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ മിനി അവിടെ ഡോർഫ് ട്രീ ഇത് അവൈലബിൾ ആണ്, നമ്മുടെ ഗ്രാഫ്റ്റഡ് അല്ലെങ്കിൽ ബഡഡ് വെറൈറ്റീസ് കിട്ടും. ഗ്രാഫ്റ്റഡ് വെറൈറ്റി കിട്ടും. മാംഗോസ്, എല്ലാ ഫ്രൂട്ട് ട്രീസും കിട്ടും. അപ്പൊ അതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ ഫോർ ഗ്രോയിങ് ഇൻ കണ്ടെയ്നേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദ നോർമൽ പ്ലാന്റ്സ്. ആ നോർമൽ പ്ലാന്റ്സ് നമ്മൾ ഇതില് വെക്കണം. താഴെ വെച്ചാല് ആണ് ഒരു നല്ല ഗ്രോത്ത്. അവര് പറയണത് ശരിയാണ്. പക്ഷെ ഇതില് ഇപ്പൊ വി ഹാവ് ദിസ് ഓപ്ഷൻ ദാറ്റ് യു ഹാവ്. ഇപ്പൊ ഗ്രാഫ്റ്റഡ് അല്ലെങ്കിൽ ബഡഡ് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വെക്കുകയായിരിക്കും നല്ലത്. പക്ഷെ അത് നമ്മൾ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ബഡഡ് പോർഷൻ ഇല്ല, ഇങ്ങനെ അത് ജോയിൻ ചെയ്യണ ഒരു പോർഷൻ ഉണ്ട്, അത് സോയിൽ കവേർഡ് ആവരുത്. അതിന്റെ അടി വരെ സോയിൽ നിറക്കാവും, എന്നാലേ അത് ഗ്രോ ചെയ്യുള്ളൂ. പിന്നെ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് വി ക്യാൻ പുട്ട് ഇറ്റ് ഓവർ സോയിൽ. പക്ഷെ ആദ്യമൊക്കെ നടുമ്പോൾ വി ഹാവ് ടു ബി കെയർഫുൾ ദാറ്റ് ആ ബഡഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡ് ഏരിയയുടെ ആ പർട്ടിക്കുലർ സ്ഥലം കവർ ചെയ്യാണ്ട് ഇരിക്കുക. അത്രയും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നോർമലായിട്ട് വളപ്രയോഗം ഇപ്പൊ വാട്ട് എവർ ഇസ് അവൈലബിൾ ദർ അതിലേക്ക് കൂടുതൽ ആവശ്യമുണ്ട്. നമ്മള് താഴെ വെക്കണേക്കായാലും ഡ്രമ്മില് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് എനി അതർ സോഴ്സ്. ആ വിത്തിൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ദേ ഹാവ് ടു ഗ്രോ. അപ്പൊ അത് കാരണം നമ്മൾ നമ്മൾ കൂടുതൽ വളം കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കുക, അത് അത്യാവശ്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൂണിങ്. ഇത് വലുതായി കഴിഞ്ഞ് കുറച്ച് നാള് കഴിയുമ്പോഴേക്കും നമ്മുടെ സൈഡിൽ ഇങ്ങനെ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത്. അപ്പം അത് കഴിയുമ്പോ ആഫ്റ്റർ എവറി ഹാർവെസ്റ്റ്, ഇപ്പൊ ഫ്രൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ആന്റി ഫംഗൽ വല്ലതും ആ പ്രൂൺ ചെയ്ത ബ്രാഞ്ചസിൽ അപ്ലൈ ചെയ്യണം. എന്നാല് അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി പോവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ആഫ്റ്റർ എവറി പ്രൂണിങ് യു ഹാവ് ടു ഗിവ് ദം മോർ മാന്യൂർ ഫോർ ദ നെക്സ്റ്റ് ഹാർവെസ്റ്റ്. It's okay. I think you can maintain this type of plants. All types of fruit trees normally. ഇപ്പൊ വാഴ വരെയും ഡ്രമ്മിൽ ഇവിടെ വെക്കുന്നുണ്ട്. There are different varieties. ഇപ്പൊ ഗവൺമെന്റ് തന്നെ കുറെ അങ്ങനെ ഡെവലപ്പ് ചെയ്യണുണ്ട് നമുക്ക് ഫോർ ദ urban gardeners who don't have space. ചക്ക വെക്കുവോ അങ്ങനെ? ചക്ക ഉണ്ടല്ലോ. വിയറ്റ്നാം മെർലി എന്ന് പറഞ്ഞ ഒരു പ്ലാവ് ഉണ്ട്. വിയറ്റ്നാം മെർലി, അത് നമ്മുടെ ചെറിയ ചെറിയ പ്ലാവ് ഇത് വരും. സൈസിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും ഒബ്വിയസ്ലി ഫ്രം ദ താഴെ വളർത്തുന്ന ചക്ക. പക്ഷെ ഫോർ അസ് ഇറ്റ് ഇസ് ഇനഫ്. നമ്മളൊരു ആ ചെറിയ ചെറിയ ചക്ക ഒരു 10 ഉണ്ടായാൽ ഇറ്റ്സ് ഇനഫ് ഫോർ എ ഫാമിലി. അത് പക്ഷെ വലിയ ഡ്രം, അപ്പൊ ഏരിയയും വലുതായിരിക്കണം. വലിയ ഡ്രമ്മിലിട്ട നല്ലോണം കായ്ക്കും. I don't know what varieties available there. Thank you. പക്ഷെ ഇതിനെപ്പറ്റി ഹൈഡ്രോഫോണിക്, അക്വഫോണിക്, അതിനെപ്പറ്റി പറയാൻ അക്ക ഇനിയും വരണം ഞങ്ങളുടെ ഗ്രൂപ്പില്. ഞങ്ങൾക്കൊരു കൃഷി ഗ്രൂപ്പ് ഉണ്ട്, അതില് പറഞ്ഞുതരാൻ വരണം അക്ക. ഹരിയോ. So, any other questions? മാം, ഹൈബ്രിഡ് വിത്ത് അല്ലാതെ നാടൻ വിത്ത് എനിക്ക് കിട്ടാൻ ചാൻസ് കുറവാണോ? ഞാൻ കുറച്ച് കൃഷി ചെയ്യുന്നതാണ്. ഹൈബ്രിഡ് വിത്ത് ഈവൻ ചീര, ഞാൻ സുപ്രിയ. ഹൈബ്രിഡ് വിത്ത്, അതായത് ഈ ഹൈബ്രിഡ് വിത്ത് നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് എടുത്തു വെച്ചിട്ട് പിന്നെ ഈവൻ ചീര വിത്ത് പോലും ഇട്ടാ പിന്നെ പൊടിക്കുന്നില്ല. അപ്പൊ നമുക്ക് നാടൻ വിത്ത് കിട്ടാൻ ചാൻസ് ഇനി ഉണ്ടാവില്ലേ?
ഇല്ല, ഹൈബ്രിഡ് വിത്ത് ഒരു പ്രാവശ്യമാണ് യൂസ് ചെയ്യേണ്ടത്. നാടൻ വിത്തുകൾ, ദാറ്റ് ഈസ് വൈ ഐ കൺസെൻട്രേറ്റ് മോർ ഓൺ നാടൻ വിത്തുകളാണ് നമുക്ക് പിന്നീട് നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ അത് പറ്റണമെന്നത്. ഹൈബ്രിഡ് ആദ്യത്തെ ഭയങ്കര നല്ല പ്രൊഡ്യൂസ് ഉണ്ടാവും, പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ല. നമ്മള് അത് ഉണ്ടാവൂല എന്നല്ല, പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യും, ലക്ക് പോലെ ഇരിക്കും. സോ വി ഡോണ്ട് പ്രിഫർ ഹൈബ്രിഡ് വിത്ത് ഫോർ നമ്മൾ ഇത് കീപ്പ് ചെയ്തിട്ട് പിന്നെയും യൂസ് ചെയ്യാനാണെങ്കിൽ അതിന് നാടൻ വിത്താണ് ഏറ്റവും നല്ലത്. ഹൈബ്രിഡ് ഫോർ നാടൻ വിത്ത് കിട്ടാനില്ല ഇപ്പോ, അതാണ്. ആണോ? നാടൻ വിത്ത് കിട്ടാനില്ല. എവിടുന്നാ? നാട്ടിൽ തന്നെയാണോ? കണ്ണൂരാണ്. കണ്ണൂര് നാടൻ വിത്ത് കിട്ടാറില്ലെന്നാ? ഇഷ്ടം പോലെ കർഷകരുണ്ട്, എനിക്കറിയാം, ഇഷ്ടം പോലെ ഉണ്ട്. നഴ്സറിയിൽ അന്വേഷിക്കുമ്പോ ഈ ഹൈബ്രിഡ് വിത്തേ അവര് തരുന്നുള്ളൂ. നഴ്സറിയില് അങ്ങനെ കിട്ടുള്ളൂ. നമ്മുടെ കർഷകര് ഉണ്ടാവും കുറെ പേര്. പിന്നെ നമ്മളിപ്പം സീഡ്സ് ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ബിക്കോസ് നമ്മളിപ്പോ വെജിറ്റബിൾസ് ഒക്കെ മേടിക്കൂലേ, അതിൽ നിന്ന് കുറച്ച് സീഡ്സ് നമ്മൾ മാറ്റി, അത് പലതും നാടനായിരിക്കും. ഇപ്പൊ മത്തൻ, കുമ്പളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പലതും നാടനായിരിക്കും. അപ്പൊ അവിടെ നിന്നുള്ള വിത്തുകൾ നമ്മൾ യൂസ് ചെയ്താല് നമുക്ക് കുറെയൊക്കെ ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് കുറവായിരിക്കും. പിന്നെ നാടൻ കർഷകരുണ്ട്, അവര് തനിയെ ചെയ്യുന്ന കർഷകരുണ്ട്, കാലങ്ങളായിട്ട് ചെയ്യുന്ന കർഷകര്. അവരുടെ അടുത്ത് എന്തായാലും നാടൻ വിത്തായിരിക്കും. അങ്ങനെ ഉണ്ട് കേട്ടാ. നമ്മള് പല കാർഷിക ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇഷ്ടം പോലെ കാർഷിക ഗ്രൂപ്പ്സ് ഉണ്ട്. FB-യിലുണ്ടോ, ഫേസ്ബുക്കിലുണ്ടോ? ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ അവിടെ നോക്കിയാൽ മതി, കുറെ കാർഷിക ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഇപ്പൊ ഹരിത കേരളം, പിന്നെ ഹരിതോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത ഇഷ്ടംപോലെ കാർഷിക ഗ്രൂപ്പുകളൊക്കെ വരും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നാടൻ വിത്തുകൾ അവര് ഫ്രീ ആയിട്ട് അയച്ചു തരും. അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ നമ്മള് പിന്നെ തമ്മിൽ എക്സ്ചേഞ്ചും ചെയ്യാം. ഇപ്പൊ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അവർക്ക് കൊടുക്കാം, അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അത് ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് വിത്ത് പോയാലും നമുക്ക് അവരുടെ അടുത്തുനിന്ന് നമുക്കത് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടില് പ്രശ്നമുള്ളതല്ല, കുറെ ഉണ്ട് ഇങ്ങനെ കാർഷിക ഗ്രൂപ്പ്സ് ഒക്കെ കേട്ടാ. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്താൽ ഞാൻ കുറെ വാട്സപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ FB-യുടെ പേരൊക്കെ തരാം കേട്ടാ പിന്നീട്. മാഡം ടൈമായി മാഡം. ഓക്കെ, താങ്ക് യു മാഡം. അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ പ്ലസ് അഗ്രികൾച്ചർ ഈസ് ഈക്വൽ ടു എംപവർമെന്റ്. വിദ്യാഭ്യാസവും കൃഷിയും ഇവിടെ സംയോജിക്കുമ്പോൾ വലിയൊരു ശാക്തീകരണമാണ് നമ്മൾ കണ്ടത്. മാഡത്തിന്റെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് വലിയൊരു സന്ദേശം കിട്ടുകയാണ് അല്ലെ. മാർക്കറ്റിനെ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സ്വയം മാർക്കറ്റ് ആകും. ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾക്ക് നല്ല ജോലിയും സാലറിയും നൽകും, പക്ഷെ കൃഷി സമാധാനം നൽകുന്നു. കൃഷി ചെയ്യാൻ മണ്ണല്ല മനസ്സാണ് വേണ്ടത് എന്നുള്ള ഈ 3 സന്ദേശങ്ങൾ ഈ വനിതാ ദിനത്തിൽ നമുക്ക് നൽകിക്കൊണ്ട് നല്ലൊരു ക്ലാസ് ഇവിടെ ചെയ്ത മേഡത്തിന് SPS-ന്റെ പേരിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഹരി ഓം മാഡം. നന്ദി. കോണ്ടാക്ട് നമ്പർ ഒന്ന് ഇടോ? 9895 ഞാൻ പിന്നെ ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിലിട്ടാൽ മതി. Okay, so happy Women's Day to everyone, and thank you Saraswati madam, and thank you Prajita. Thank you very much. Bye. Happy farming. Thank you Rupa, coming and spending your valuable time with our group. Thank you so much. Ini Maranam. Okay. All the best. Thank you.